ഡാൻ, തീർച്ചയായും വയനാടിന്റെ MP അത് കോൺഗ്രസിന്റെ ദേശീയ മുഖം കൂടിയാണ്. പല വിമർശനങ്ങളും രാഷ്ട്രീയ എതിരാളികൾ ഉന്നയിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി എത്ര തവണ വയനാട്ടിൽ എത്തിയിട്ടുണ്ട്, അതിലേറെ തവണ അവിടുത്തെ വന്യമൃഗങ്ങൾ വയനാട്ടിൽ എത്തിയിരുന്നു എന്ന തരത്തിലുള്ള ട്രോളുകൾ ഉൾപ്പെടെ. പക്ഷേ ദേശീയ നേതാവാണ്, സ്വാഭാവികമായും അദ്ദേഹത്തിന് അത്ര കണ്ട് മണ്ഡലത്തിൽ തുടരാൻ പറ്റുന്ന സാഹചര്യമല്ല. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ രണ്ടാം ന്യായ യാത്ര ആരംഭിച്ചിരുന്നു രാഹുൽ ഗാന്ധി. അത് പിന്നീട് വെട്ടിച്ചുരുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ എടുത്തു പറയേണ്ടത്, പ്രധാനമന്ത്രിയുടെ കേരളത്തിലേക്കുള്ള തുടർച്ചയായുള്ള വരവുകൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടുമുമ്പ്, പ്രഖ്യാപിച്ച ശേഷം ഒക്കെയുള്ള ആ വരവുകൾ, അതിന് മറുപടി നൽകേണ്ടതുണ്ട് രാഹുൽ ഗാന്ധിക്ക്. അപ്പോൾ അങ്ങനെ ഒരു ഒരുക്കം ആണോ വയനാട്ടിൽ നടക്കുന്നത്? സ്വാഭാവികമായി അഭിലാഷ്, ദേശീയ രാഷ്ട്രീയത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി ഇന്ന് വയനാട് മാറുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് കൊണ്ട് മാത്രമാകില്ല. അതിനും അപ്പുറത്തേക്ക് അഭിലാഷ് അല്പസമയം മുമ്പ് സൂചിപ്പിച്ച പോലെ ഒരുപക്ഷെ പ്രധാനമന്ത്രി പലതവണ കേരളത്തിൽ വന്നു പോവുകയും ദക്ഷിണേന്ത്യയെ കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ട് ഓപ്പറേഷൻ താമര അത് വിവിധ ഘട്ടങ്ങളായി പ്രവർത്തിച്ച് മുൻ മുഖ്യമന്ത്രിയുടെ മകളെ അടക്കം BJPയിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള വലിയ നീക്കങ്ങൾ, ചടുലമായ നീക്കങ്ങൾ BJPയുടെ ഭാഗത്തുനിന്നുണ്ടായി. അതിന് തടയിടാൻ എന്ത് തരത്തിലുള്ള രാഷ്ട്രീയ തന്ത്രമായിരിക്കും കോൺഗ്രസിന്റെ ക്യാമ്പിൽ കരുതി വെച്ചിരിക്കുക എന്ന വലിയ ചോദ്യമുണ്ട്. അത് ഏറെ നാളായി ആ ചോദ്യത്തിന് ഉത്തരം തേടുകയായിരുന്നു കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ. അവർക്ക് നടുവിലേക്കാണ് രാഹുൽ ഗാന്ധി സമയത്തിനകം റിപ്പൺ തവക്കൽ എസ്റ്റേറ്റ് മൈതാനത്തിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുക. രാഹുലിനൊപ്പം പ്രിയങ്ക ഗാന്ധിയും ഒരുപക്ഷെ ഉണ്ടായിരിക്കും എന്നാണ് സൂചന. അങ്ങനെയാണെങ്കിൽ വയനാടിന്റെ കണ്ണും മനസ്സും കാത്തിരിക്കുകയാണ്. വയനാടിന്റെ എക്കാലത്തെയും വലിയ ഭൂരിപക്ഷത്തിൽ, അല്ലെങ്കിൽ കേരളത്തിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ഇവിടെ നിന്ന് പാർലമെന്റിലേക്ക് അയച്ച രാഹുൽ ഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് മുന്നോടിയായുള്ള റോഡ് ഷോ കാണുന്നതിന് വേണ്ടി നേരത്തെ അനുമോദ് സൂചിപ്പിച്ച പോലെ 3 ജില്ലകളിൽ നിന്നുള്ള, സ്വാഭാവികമായി ഈ വയനാട് ഉൾപ്പെടുന്ന വയനാട് ജില്ലയിലെ 3 മണ്ഡലങ്ങൾ, സുൽത്താൻ ബത്തേരി, അതോടൊപ്പം തന്നെ കൽപ്പറ്റ, അതോടൊപ്പം മാനന്തവാടി, അതിനു പുറമെ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള 3 മണ്ഡലങ്ങൾ, അതിനുമപ്പുറത്തേക്ക് കോഴിക്കോടിന്റെ 2 മണ്ഡലം, ഇങ്ങനെ 3 ജില്ലകളുടെ പ്രതിഫലനം വയനാട് ലോക്സഭാ മണ്ഡലത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ വരവിനും അതേ സമാനമായ പ്രതിഫലനം തന്നെയായിരിക്കും ഉണ്ടാകുക. ഈ 3 ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ, കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ആവേശത്തിലാക്കാൻ രാഹുൽ ഗാന്ധിയുടെ വരവിന് കഴിയുമെന്ന വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് കോൺഗ്രസ് ക്യാമ്പുള്ളത്. അതിൽ തന്നെ നമ്മൾ എടുത്തു പറയുന്ന കാര്യം വടകരയുടെ കാര്യമാണ്. കാരണം വടകരയിലെ രാഷ്ട്രീയ ചിത്രം നമുക്കറിയാം. വലിയ തരത്തിലുള്ള വാഗ്വാദങ്ങൾ, പ്രത്യാരോപണങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് വടകര. വടകരയിലടക്കം രാഹുൽ ഗാന്ധി ഇന്ന് വയനാട്ടിലെത്തി നടത്തുന്ന മാധ്യമങ്ങളോട് നടത്തുന്ന പ്രതികരണങ്ങൾ, അതിന് പ്രതിഫലനം വടകരയിലടക്കം ഉണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. ഏതായാലും 10 മണിയോടെയായിരിക്കും രാഹുൽ ഗാന്ധിയെ വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ റിപ്പൺ തവക്കൽ എസ്റ്റേറ്റ് മൈതാനത്തിൽ എത്തുക. രാവിലത്തെ തണുപ്പിന്റെ ആലസ്യമൊക്കെ വിട്ട് കനത്ത ചൂടിലേക്ക് മാറുകയാണ് കൽപ്പറ്റ. ഞാനിപ്പോൾ നിൽക്കുന്നത് ബസ് സ്റ്റാൻഡ് പരിസരത്താണ്. ഇവിടെ നിന്നായിരിക്കും റോഡ് ഷോ ആരംഭിക്കുക. വലിയ സുരക്ഷാ സംവിധാനങ്ങളുമായി പോലീസും സുരക്ഷാ ഏജൻസികളുമൊക്കെ ഇവിടെ തയ്യാറാണ്. അഭിലാഷ്.